കനത്ത മഴയുടെ സാഹചര്യത്തിൽ ജാഗ്രത തുടരുകയാണ്. രാജ്യത്തിന് മാതൃകയാകുന്ന ദുരന്ത നിവാരണ സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് സഹായധനം പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. സംസ്ഥാനത്ത് ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വലിയ പാഴ്ചകളുണ്ട്, വീഴ്ചകളുണ്ടായെന്ന വിമർശനം ശക്തമാണ്. ഇപ്പോൾ ഈ പ്രളയ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അതിൻ്റെ ആഘാതം കൂട്ടിയെന്ന വിമർശനം ഉയർന്നു വന്നു. ആളുകൾ ഈ വെള്ളം കയറിയ ശേഷമാണ് പലപ്പോഴും ഇങ്ങനെ വലിയൊരു ദുരന്തം വരാൻ പോകുന്ന അറിയിപ്പ് അവർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ മാറ്റാനോ പോലും കഴിയാതെ പോയി എന്ന വിമർശനം ശക്തമാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാർ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുന്നത്. രാജ്യത്തിന് മാതൃകയായ സംവിധാനം കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കുകയായിരുന്നു. പ്രളയത്തിൽ വലിയ നഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക്, വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സർക്കാർ സഹായം നൽകാനാണ് തീരുമാനം. വീടുകളിൽ വെള്ളം കയറിയവർക്ക്, അത് ക്യാമ്പുകളിൽ പോകുന്നവർക്കാണ് സാധാരണ സഹായം കിട്ടാറുള്ളത്. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ക്യാമ്പുകളിൽ പോകാത്തവർക്കും വീടുകളിൽ വെള്ളം കയറിയെന്ന് വില്ലേജ് ഓഫീസ് സർട്ടിഫൈ ചെയ്താൽ അവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ 10 ലക്ഷമായിരുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ അത് 12 ലക്ഷമായി ഉയർത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF നിന്നും, 2 ലക്ഷം രൂപ CMDRF നിന്നും, 2 ലക്ഷം രൂപ PMNRF നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും, വില്ലേജ് ഓഫീസറുടെ, ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ കൂടുതൽ കടൽ ഭിത്തികൾ നിർമ്മിക്കും. ജിയോ ബാഗുകളുടെ നിർമ്മാണവും കൂടുതൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ഇപ്പോൾ ക്യാമ്പുകളിൽ വലിയ പരാതിയില്ല, കാര്യമായ പരാതിയൊന്നുമില്ല. എല്ലാ പരാതികളും പരിഹരിച്ചു. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികളും സർക്കാർ സ്വീകരിക്കും. MLA-മാരുടെ, കുട്ടനാട് MLA-യുടെ അടക്കം, ഭരണകക്ഷി MLA-യുടെ അടക്കം പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടെയൊന്നും അത്ര ഒരു പ്രശ്നമില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. 6, 7 തീയതികളിൽ സംസ്ഥാനത്ത് വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കുമെന്നുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.